ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഫൈനലി വീട്ടിലെത്തി. ഒരു ലോങ് വീക്കെൻഡ് ആയിരുന്നല്ലോ, അപ്പോഴത്തേക്കാണെങ്കിൽ ഞാൻ ഓടിപ്പിടച്ച് ഇങ്ങോട്ടേക്ക് വന്നു. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ചെയ്യാൻ, പക്ഷെ അതൊക്കെ ഞാൻ അടുത്ത് വീട്ടിൽ വന്നിട്ട് ചെയ്യാമെന്നുള്ളത്. കാരണം എനിക്ക് മച്ച് നീഡഡ് ബ്രേക്ക് ആയിരുന്നു. മച്ച് നീഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ വന്ന് എൻ്റെ അമ്മേനെയും ഊഫി എൻ്റെ ഡോഗാണ് കേട്ടോ, എല്ലാവരും ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഇവിടെ അപ്പയും ചേച്ചി ഇവിടെ ഇല്ല ഇപ്പം. അപ്പം എന്താണ്, രാവിലെ തന്നെ ഒന്ന് ബസ് നല്ല ലേറ്റ് ആയിരുന്നു കേട്ടോ, ഒരു 2 മണിക്കൂർ ലേറ്റാണ്. യൂഷ്വൽ ഞാൻ 6:30 എത്തുന്നത്, ഞാൻ ഇന്ന് എത്തിയതൊരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ്. നല്ല ലേറ്റാണ്, അത്യാവശ്യം നല്ല ലേറ്റായിരുന്നു. അപ്പോൾ വന്നപ്പോൾ തന്നെ ഓർത്ത് വന്നാൽ പിന്നെ സിനിമയ്ക്ക് പോയി. ഇന്ന് കണ്ണൂർ സ്ക്വാഡ് ഇറങ്ങുവാണല്ലോ, 28-ാം തീയതിയാണ് ഇന്ന്. അപ്പോൾ ഇന്ന് കണ്ണൂർ സ്ക്വാഡ് ഇറങ്ങുക. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ കട്ടാ മമ്മൂക്ക ഫാനാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ തീരുമാനിച്ചായിരുന്നു കണ്ണൂർ സ്ക്വാഡ് ഇറങ്ങുന്ന സമയത്ത് തന്നെ പോയി കാണും. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു പോയി കണ്ടാലോ എന്ന്. അപ്പോൾ അമ്മയാണ് ഇതിപ്പോൾ ബ്രാൻഡ് ലുക്ക് നിങ്ങൾ മൈൻഡാക്കേണ്ട കേസ്, ഞാൻ വന്നിട്ട് കുളിക്കാൻ കയറുന്ന സമയമാണ്. ഇനി ആൾക്കാർ ഞാൻ കുളിക്കുന്നുണ്ടെന്നുള്ള പ്രശ്നം ഇപ്പം ശരിയാക്കി. ഞാൻ കുളിക്കാൻ പോവാണ് ചേട്ടാ, ഞാൻ വന്നു, രാവിലെ തന്നെ വന്നായിരുന്നു. ജസ്റ്റ് ഡ്രസ്സ് മാറി, ഇനി ഞാൻ കുളിക്കാൻ പോവാണ്. എന്നിട്ട് പിന്നെ ഡ്രസ്സ് മാറിയതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് പോകും. അമ്മയ്ക്ക് എന്തൊക്കെയൊക്കെ പരിപാടികളുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഒരു ഡേ ഔട്ട് വിത്ത് അമ്മ. ഞങ്ങൾ രണ്ടുപേരും കൂടെ മാത്രമായിട്ടൊന്ന് ബൂഫിനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ബൂഫിനെ കൊണ്ടുപോയി ഞങ്ങളെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് തല്ലി മേടിപ്പിച്ച് തരും അവൻ. അതുകൊണ്ട് തന്നെ അവനെ കൊണ്ടുപോകുന്നില്ല ഞങ്ങൾ പുറത്തേക്ക്. ഞാനും അമ്മയും കൂടെ പോകണം. അപ്പം ഞാൻ ഓടിപ്പോയി കുളിച്ചെല്ലാം റെഡി ആയിട്ട് വന്നിട്ട് ബാക്കി ഞാൻ പറയുന്നതായിരിക്കും. അമ്മയെ കുളിച്ച് കഴിഞ്ഞ് കണ്ണിലൊക്കെ വെള്ളം പോയിട്ട് കണ്ണൊക്കെ ചുമന്നിരിക്കണത്, മുടിയൊക്കെ ഇനി ഉണങ്ങണം. അപ്പം ഞാൻ എന്തായാലും ഇനി ഒന്ന് റെഡി ആയിട്ട് ജസ്റ്റ് ലിപ്സ്റ്റിക്കൊക്കെ നമ്മൾ ഇടുമല്ലോ, ലിപ്സ്റ്റിക്കൊക്കെ നമ്മൾ എങ്ങോട്ടും ഒരു പോക്കില്ല. മഴയാണോ? മഴയല്ലായിരിക്കും ഇവിടെ. നാട്ടിൽ മഴയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെ നാട്ടിൽ നല്ല ചൂടാണ്. ഞാൻ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ പൊരിയാൻ തുടങ്ങും. ബാംഗ്ലൂരിലാണെങ്കിൽ നല്ലൊരു ടെമ്പറേച്ചറാണല്ലോ, പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് മഴയാണെന്ന് തോന്നുന്നു കേട്ടോ. ആവോ. അപ്പോൾ എന്തായാലും ഞാൻ റെഡി ആയിട്ട് താഴേക്ക് പോട്ടെ. എന്നിട്ട് ഞാൻ അമ്മേനെ കാണിച്ചാൽ എൻ്റെ കുഞ്ഞ് ബൂഫിയുണ്ട്, ബൂഫിനെ കാണിച്ചാൽ എല്ലാവരും കാണിച്ചാൽ ഓക്കെ. അപ്പം നമ്മൾ റെഡിയായി, ഇനി നമ്മൾ താഴേക്ക് പോവാണ്. ഞാൻ നോക്കിയപ്പോഴത്തേക്കാണെങ്കിൽ മഴ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മഴ കേട്ടോ. ബൂഫി പുറത്തായിരുന്നു, എൻ്റെ കുട്ടൻ, എൻ്റെ ഡോഗ് പുറത്തായിരുന്നു. അപ്പോൾ അവനിങ്ങനെ കറങ്ങി നടക്കുന്നത്. അപ്പോൾ മഴയത്താകുമ്പോൾ ഇവന് ചെളിയിൽ പിന്നെയും കുളിക്കണം, അങ്ങനത്തെ ഒരു ടെൻഷനൊരു പാവം ഡോഗാണ് എൻ്റെ ബൂഫി. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ മഴ പെയ്തപ്പോഴത്തേക്കും അവൻ പുറത്തൊന്നും ആയിരുന്നു തോന്നുന്നു. പക്ഷെ കറുത്തവൻ തിരിച്ചു തന്നെ കയറി. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു. പിന്നെ അവനെ കുളിപ്പിച്ച് അതിന് ചെടിയൊക്കെ പോക്കി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ പണികൾ അവൻ തരാറുണ്ട്. മറ്റേ നമ്മുടെ കാർപ്പറ്റിൻ്റെ മുകളിൽ കൊണ്ട് ഷിറ്റിടുക, അപ്പുറത്തുകൊണ്ട് മൂത്രം വയ്ക്കുക, ഇതൊക്കെ അതിന് സ്ഥിരം പരിപാടികൾ. പക്ഷെ ഇന്ന് ഭാഗ്യം കൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോഴത്തേക്കും ഞാൻ താഴേക്ക് പോട്ടെ. നല്ല മഴയാണ്. ഞാൻ ഔട്ട്ഫിറ്റ് നിങ്ങളെ കാണിച്ചിരുന്നായിരിക്കും. എന്നാ നീ മഴ നനഞ്ഞോ? മഴ നനഞ്ഞോടാ നീ? മമ്മി എൻ്റെ ഓഫിക്കുഞ്ഞ് വെഗിളിയാണേ, വലിയ മൈൻഡൊന്നും തരുതാ അമ്മ. അയ്യോ ലിപ്സ്റ്റിക്ക് അങ്ങോട്ട് നോക്ക്. ഹലോ, പാല് കൊടുത്തല്ലേ? പാല് വരുന്നത് ഉണ്ണിയാടൻ ഫാസ്റ്റ്. ആ കിട്ടിയ തുണി നീ തുണി കിട്ടി. നീ ആ തുണി കടിച്ചു പറിക്കണം. എന്താ നിന്റെ വിചാരം? എന്താ തുണീനെ കൊണ്ട്? ഇവിടെ എവിടെയാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു വീട്ടിലെല്ലാവരും ഉള്ള സമയത്ത് വണ്ടി ഓടിക്കാൻ 4 പേർക്കും വണ്ടി ഓടിക്കാൻ അറിയാം. എനിക്കും അമ്മയ്ക്കും ചേച്ചിക്കും പപ്പയ്ക്കും 4 പേരും വണ്ടി ഓടിക്കും. ബൂഫി മാത്രം വണ്ടി ഓടിക്കാത്തേ ഉള്ളൂ. അപ്പം ഞാനാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങിയത്. അവർ 3 പേരും പിന്നെ മുമ്പ് വണ്ടി ഓടിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആക്കണമെന്നുണ്ട് വണ്ടി ഓടിക്കാൻ. ലേറ്റസ്റ്റ് ആയിട്ടാണല്ലോ ഞാൻ പഠിച്ചത്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം വണ്ടി ഓടിക്കാൻ. അപ്പോൾ അമ്മയാണ് കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടമില്ലാത്തത്. അപ്പോൾ ഞാനും പപ്പയും ചേച്ചിയോടുള്ള സമയത്ത് ആര് വണ്ടി ഓടിക്കും, ഞാൻ വണ്ടി ഓടിക്കും. ഞാൻ ഇങ്ങനെ ഏത് സമയത്തല്ല, പക്ഷെ ഇന്ന് സമാധാനമുണ്ട്. ഞാൻ അമ്മയെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് താല്പര്യമില്ല വണ്ടി ഓടിക്കാൻ. അമ്മയ്ക്ക് വെറുതെ ഇരിക്കുന്ന ഇഷ്ടം, പക്ഷെ വണ്ടിയിൽ. അപ്പോൾ ഞാൻ ഓർത്തൊന്ന് ശരി ഞാൻ വണ്ടി ഓടിക്കാന്നുള്ളത്. അപ്പോൾ അമ്മ പിന്നെ അകത്തേക്ക് എന്തിനോ വേണ്ടി കയറി പോയത്. ഇവിടെ ഒരുത്തൻ കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ പോയിട്ട് മഴയത്ത് ഇറങ്ങി ആദ്യം ഏതൊരു ഓഫീസിൽ പോകണം. എന്നിട്ട് അതിന് ശേഷം പിന്നെ നമ്മൾ സിനിമ കാണാൻ പോകും, കണ്ണൂർ സ്ക്വാഡ്. അതിന് ശേഷം പിന്നെ അമ്മയ്ക്ക് മൂക്കുത്തി മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ മൂക്കുത്തി അല്ല, ഞാൻ ഈ റിങ് തന്നെ ഇരിക്കുന്നുണ്ടാവുക. അമ്മയുടെ മൂക്കുത്തി മാറ്റിയിട്ട് അമ്മയ്ക്ക് വേറെന്ത് വിടണം. അപ്പം അതിൻ്റെ
റെഡി? അയ്യോ, അപ്പൊ അമ്മ എനിക്ക് പോസ്റ്റ് തന്ന. അമ്മ ഇവിടെ പോയേക്കും, ഇവിടെ ഒരു ഓഫീസിൽ. അപ്പൊ എന്നോട് പറഞ്ഞു ഇവിടെ ഇരുന്നോ, അമ്മ വേഗം പോയിട്ട്. എനിക്ക് മടിയാണ്, എനിക്കിങ്ങനെ പോയിട്ട് ഇങ്ങനെ ഓഫീസിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കണം. എനിക്ക് നല്ലൊരു ഷോപ്പിങ്ങിന് പോകാൻ ഭയങ്കര മടിയാണ് ഗൈസ്. ലൈക്ക് മടി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പോയി മേടിച്ചിട്ട് നേരെ വരും. പക്ഷെ അല്ലാണ്ട് വെറുതെ നമ്മൾ ഷോപ്പിങ്ങിന് പോകില്ല. അപ്പോൾ വെറുതെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ എനിക്കിങ്ങനെ വേഗം നല്ല എടുക്ക് ഉണ്ടെങ്കിൽ എടുക്കുക പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഇത്. അല്ലാണ്ട് ഇങ്ങനെ തപ്പി തെരഞ്ഞ് അതൊക്കെ അമ്മയാണ് മെയിൻ. അമ്മ ഷോപ്പിങ്ങിൻ്റെ മെയിൻ ആളാണ്. അമ്മയ്ക്ക് ഇങ്ങനെ തിരകി നന്നായിട്ട് തിരഞ്ഞു പിടിച്ച് കറക്റ്റ് കണ്ടുപിടിച്ച് തരാനൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ചാൽ ഞാനിങ്ങനെ ഓർക്കും അമ്മ കണ്ടുപിടിക്കില്ല, ശരി എന്നാൽ ശരി എന്ന് ഓർത്തിട്ട്. അപ്പം എന്തായാലും സ്ത്രീ പോയേക്കുവാണ്. ഇവിടെ നമ്മുടെ ഓഫീസിൽ എവിടെ കയറിയേക്കുവാ. ഞാനിവിടെ ഒരു സ്ഥലത്ത് കാറൊക്കെ ഇട്ടീനിരിക്കുന്നു, പാട്ടൊക്കെ കേട്ട്. പുലരാൻ നേരം ജനവാതിൽക്കൽ പുതുതായി എത്തും കിളി ചൊല്ലി, അറിയാ നാട്ടിൽ പൊഴിയും നെഞ്ഞിൽ നിറയും നിന്റെ വഴി. അതായിരുന്നു കേട്ടോണ്ടിരുന്നത്. അതിന് മുമ്പ് ഈ പാട്ട് മാരനോ ആരൊരാൾ കൈ ചൂണ്ടിയാൽ താനിനി മോരിടും ഭാരമോ ആ പാട്ടായിരുന്നു. അപ്പം ഇതിന് ഞാൻ ആക്ച്വലി നല്ലൊരു പ്രോപ്പർ കവറൊക്കെ ഉണ്ടാക്കാൻ ഇരിക്കുകയാണ്. അപ്പം നിങ്ങൾ പറ, ഞാൻ ഇതിൻ്റെ കവർ ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങൾ പറ. അപ്പം എന്തായാലും കൈസ് കുറച്ച് നേരം കൂടെ പാട്ടൊക്കെ ആയിട്ടിരിക്കാൻ. പാവം എൻ്റെ മോഫി ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമായിരിക്കും. സാരമില്ല, എന്ത് ചെയ്യാനാ. അപ്പം ശരി, ഞാൻ കുറച്ചുകൂടെ പാട്ടൊക്കെ ഇട്ടപ്പോഴത്തേക്ക് അമ്മ വരും. എന്നിട്ട് തന്നെ നമുക്ക് സിനിമയ്ക്ക് പോകണ്ടേ. ഇപ്പം 11:15 1 മണിക്കാണ് സിനിമ. അപ്പോൾ ലഞ്ച് ഞങ്ങൾ ഓർത്തു, ഞങ്ങൾ ഇത്ര നേരത്തെ ഇറങ്ങിയല്ലോ, അപ്പോൾ വീട്ടിൽ നിന്ന് ലഞ്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഓർത്തു എന്തായാലും അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് എന്തായാലും ലഞ്ച് കഴിക്കാൻ ഓർത്തേക്കണം. ഓക്കെ. അമ്മയ്ക്ക് ലിപ്സ്റ്റിക്ക് മേടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഞങ്ങൾ ഇതിലേക്ക് കയറിയത്. അപ്പോഴത്തേക്ക് നോക്കിയപ്പം നൈക്കയിൽ കയറി. പക്ഷേ നൈക്കയിൽ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടുത്തെ നൈക്കിൻ്റെ അമ്മയ്ക്ക് വേണ്ട കളർ ഉണ്ടായിരുന്നില്ല. അതിന് ശേഷം പിന്നെ നമ്മൾ ഷുഗറിൽ കയറിയിട്ടാണ് അമ്മയ്ക്ക് പറ്റിയൊരു ഷെയ്ഡ് കിട്ടി. ഇതൊക്കെ എന്നോട് പറയുന്നുണ്ട് എടുക്കേണ്ട ചിഹ്നം എടുക്കേണ്ട ചിഹ്നം. പക്ഷെ ഞാൻ എടുക്കുമല്ലോ വീഡിയോ. കമോൺ. എന്തൊരു സ്നേഹം. അപ്പം ഞങ്ങളൊരു അവിൽ മിൽക്കും പിന്നെ കുറച്ച് ബോൺലെസ് എന്ന്. അമ്മയ്ക്ക് നാണക്കേടാണ് ഞാൻ ഇത് പറയുന്നതിനായിട്ട്. അങ്ങനെ പറയരുത്. ഓക്കെ. അപ്പം ഒരു അവിൽ നാണക്കേടൊന്നുമില്ല കേട്ടോ. അമ്മയ്ക്ക് ഇങ്ങനെ ചമ്മലാവും ഞാൻ ഇങ്ങനെ പറയുന്നതായിട്ട്. അപ്പം ഇങ്ങനെ നോക്കും അങ്ങോട്ട് ഇങ്ങോട്ട് ആയാലും നോക്കുന്നുണ്ടോ. അപ്പം ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് വേണം ഇനി നമുക്ക് കയറാൻ. ഓക്കെ. അത് വേണം കേട്ടോ. ഇങ്ങനെ. അപ്പോൾ നമ്മൾ സിനിമയ്ക്ക് വന്നതാണ്. നമ്മൾ സിനിമയ്ക്ക് കയറാൻ പോവാണ്. കണ്ണൂർ സ്പോട്ടാണ് സിനിമ. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് കുറേ സമയം ഡിലേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. ഇപ്പോൾ സിനിമയുടെ ബ്രേക്കിൻ്റെ സമയത്താണെങ്കിലല്ലോ അപ്പോഴാണ് ഓർക്കണത് വണ്ടിയുടെ താക്കോൽ എവിടെ ഇരിക്കണമെന്ന്. ഞാൻ മറന്നുപോയി വണ്ടിയുടെ താക്കോൽ എടുക്കാൻ. എൻ്റെ അമ്മ ടെൻഷൻ അടിച്ച് ഞാനുണ്ടല്ലോ. ഞാൻ ഓർത്ത് ഇതേമേ വണ്ടി എങ്ങാനും പോയോന്ന്. അപ്പോൾ ഞാൻ ഓടി ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ഞാൻ നേരെ താഴേക്ക് വന്നാൽ നോക്കിയപ്പം കാറോടെ തന്നെ ഉണ്ട്. ഞാനിപ്പോൾ കീ എടുത്തിട്ട് തിരിച്ച് മുകളിലേക്ക് പോവാം. അപ്പം സിനിമയുടെ കുറച്ച് എത്തിയപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായിട്ടോ കാറിന് കീ കാണുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് ടെൻഷനായി. അപ്പോൾ അവസാനത്തെ ഒരു 10 മിനിറ്റ് ഇൻ്റർവെല്ലിന് മുമ്പുള്ള 10 മിനിറ്റ് വരെയ്ക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ സമാധാനം പോട്ടെ. അങ്ങനെ സിനിമ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മലബാർ ഗോൾഡിലേക്കാണ് പോയത്. അമ്മയ്ക്ക് ഒരു മൂക്കുത്തി മേടിക്കാൻ വേണ്ടിയിട്ട്. അമ്മയുടെ ഒരു ആഗ്രഹമല്ലേ, മൂക്കുത്തി മേടിക്കാമെന്ന് ഓർത്തു. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാൻ അമ്മയ്ക്കൊരു മൂക്കുത്തി നോക്കാൻ വേണ്ടി മലബാർ ഗോൾഡ് ഡയമണ്ട്സ് വന്നേക്കാണ്. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ കട്ട മമ്മൂക്ക ഫാനായതുകൊണ്ട് എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പതാ ഉണ്ടോ, ഞാനിപ്പോൾ ഈ ലോഞ്ചിൽ വന്നിട്ട് ഇവിടെ കുറച്ച് ഇരുന്നത്. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇങ്ങനത്തെ പരിപാടികളെ ഇഷ്ടമല്ല. പക്ഷേ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു മൂക്കുത്തി മാറ്റി നല്ല ഓർമ്മ ഇടണം കേട്ടോ. ലൈക്ക് ഇച്ചിരി വലിപ്പം വേണം, പക്ഷെ പമ്മി ഇരിക്കണം. എന്തൊക്കെയൊക്കെയോ ഡിമാൻഡ്സാണ്. എനിക്കറിയാൻ പാടില്ല അങ്ങനെ ഒരു സാധനം കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ അത് നോക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതാണ്. എന്നിട്ടിപ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. മേടിച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. മടുത്തു. രണ്ടുപേർക്ക് ഇത്രയും മതി. രണ്ടുപേർക്ക് ഇത്രയും ആകുമ്പോഴത്തേക്കും മടുക്കും. പക്ഷെ കുറച്ച് നേരം കൂടെ കറങ്ങണമെന്നുണ്ട്. അമ്മേനെ കൊണ്ട് ഡ്രൈവ് പോകാനെന്നൊക്കെ ഉണ്ട്. പക്ഷെ അമ്മയ്ക്ക് ഡ്രൈവ് ഇഷ്ടമല്ല ഗൈസ്. എന്ത് ചെയ്യാറ്, ഇങ്ങനെ ഒരു സ്ത്രീ ഒന്നും പറയണ്ട. അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ പോയി നോക്കട്ടെ എന്നാൽ.
അമ്മയുടെ ആണെങ്കിൽ മൂക്കിൽ ഉള്ള മൂക്കുത്തി ഊരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. കുറേ നേരം നോക്കി അകത്തുനിന്നാണോ തിരിക്കേണ്ടത് മുകളിൽ നിന്നാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. അവസാനം ഫൈനലി എങ്ങനെയൊക്കെയോ കുറേ കണ്ണിന്ന് 2-3 തുള്ളി വന്നിട്ടാണെങ്കിൽ ആ മൂക്കുത്തി ഊരി അമ്മയ്ക്ക് സമാധാനമായി. അപ്പോൾ ഇതാണ് പുതിയ മൂക്കുത്തി അമ്മ മേടിച്ചേക്കണം. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കോട്ടെ അമ്മ ഞാനെ മറക്കുന്നു. എടാ നിനക്ക് എന്നാ വേണ്ടേ? അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഡേ കഴിഞ്ഞു. അമ്മയ്ക്ക് സിനിമ ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. കുറച്ച് ലാഗിയത് അവസാനം. പക്ഷെ അമ്മയ്ക്ക് തല്ലും പിടിയൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഇതിനകത്ത് കുറെ അമ്മ ഇങ്ങനെ ക്രൂരതയൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഇരുന്നു. എനിക്കത്ര ഇഷ്ടമല്ല. അപ്പൊ എന്തായാലും കഴിഞ്ഞു. ഒരുത്തന് ഇവിടെ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഓക്കെ, അവന് ഭയങ്കര ദേഷ്യം നമ്മൾ പുറത്തു പോയതിന്റെ. അപ്പം കഴിഞ്ഞു. അപ്പൊ ബൈ, സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അല്ലേ? ബൈ.